Good morning, my dear children. Welcome to 6th Standard English class. Last class, we begin a new story. The name of our story is The Grain as Big as a Hen's Egg. In that class, we saw that the king was very much surprised to see a big grain. He wanted to know where such type of corn grew. എന്താണ് നമ്മൾ കണ്ടത്? കിങ്ങിനെ ആകെ സർപ്രൈസ് ആയിരിക്കുന്നല്ലോ, ഒരു വലിയൊരു എന്താണ് എഗ്ഗിൻ്റെ സൈസിലുള്ള ഒരു കോൺ കണ്ടിട്ട്, കോണിൻ്റെ ഒരു ധാന്യം കണ്ടിട്ട്. അപ്പോൾ കിങ്ങിന് എന്താ അറിയണം, എവിടെയാണ് ഇതുപോലത്തെ ടൈപ്പ് ധാന്യം വളരുന്നതെന്ന് അറിയണം. ഹിസ് ലേണഡ് മാൻ തിങ്ക് ആൻഡ് തിങ്ക് ബട്ട് ദേ കുഡ് നോട്ട് ഫൈൻഡ് ഔട്ട് ദ ആൻസർ. അറ്റ് ലാസ്റ്റ് ദേ സെഡ് ടു ഹിം ടു ആസ്ക് ദ പെസൻസ് sometime they could give the correct answer. ലേണഡ് മാൻ, കിങ്ങിൻ്റെ പണ്ഡിതന്മാരൊക്കെ ചിന്തിച്ചു, കുറേ ചിന്തിച്ചിട്ടും അവർക്ക് ഉത്തരം കണ്ടെത്താനായില്ല. അവസാനം എന്താ പറഞ്ഞത്? പെസൻസിനോട്, കർഷകരോട് ചോദിച്ചു നോക്കാം, അപ്പോൾ അവർക്ക് അറിയാമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ ഉണ്ടായത്? an old farmer was brought before the king. ഒരു ഓൾഡ് ഫാർമറിനെ കൊണ്ടുവന്നില്ലേ? ആ ഫാമർ എങ്ങനെയായിരുന്നു? ഓൾഡായിരുന്നു, ബെൻഡായിരുന്നു, പെയിലായിരുന്നു, ടൂത്ത്ലെസ് ആയിരുന്നു. എങ്ങനെയാണ് അയാൾ നടന്നിരുന്നത് പാലസിൽ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്രച്ചസിൻ്റെ സഹായത്തോടെ നടന്നിരുന്നു. അത്രയ്ക്കും വയസ്സായൊരു ഫാമറിനെയാണ് കൊണ്ടുവന്നത്. ഹി ഓൾസോ കുഡ് നോട്ട് ഗീവ് ദ കറക്റ്റ് ആൻസർ. അയാൾക്കും കറക്റ്റ് ആൻസർ പറയാൻ സാധിച്ചില്ല. എന്നിട്ട് എന്താ ലാസ്റ്റ് അയാൾ പറഞ്ഞത്? യു മേ ആസ്ക് മൈ ഫാദർ, ഹി മൈറ്റ് നോ വേർ സച്ച് ഗ്രെയിൻസ് ഗ്രൂ. എൻ്റെ അച്ഛനോട് ചോദിച്ചു നോക്കൂ, അച്ഛന് ചിലപ്പോൾ അറിയാമെന്ന് പറഞ്ഞു. അവിടെയാണ് നമ്മൾ നിർത്തിയത്. ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 109. ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാൻഡ് ഫാദറിൻ്റെയും അച്ഛൻ. ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക്, page number 109. The king sent for the old man's father and he was brought before him. The king sent for old man's father. ആ ഓൾഡ് പെസൻറ്റിൻ്റെ ഫാദറിനെ കൊണ്ടുവരാൻ പറഞ്ഞു. He was brought before the king. അയാളെ എവിടേക്ക് കൊണ്ടുവന്നു? കിങ്ങിൻ്റെ മുന്നിലേക്ക്. He was brought before king. He came walking on one crutch. The king showed him the grain, and the old peasant, who was still able to see, took a good look at it. He came walking on one crutch. അയാൾ എത്ര ക്രച്ചസിലാണ് വന്നത്? ഒരു ക്രച്ചിലാണ് അയാൾ വന്നത്. നമ്മൾ കണ്ടു ഓൾഡ് പെസൻറ്റ് വന്നത് എങ്ങനെയാണ്? വാക്കിംഗ് വിത്ത് 2 crutches, 2 ക്രച്ചസിലാണ് വന്നത്. അയാളുടെ ഫാദർ എങ്ങനെയാണ്? ഒരു ക്രച്ചിലാണ്, ഒരു ഊന്നുവടിയുടെ സഹായത്തിലാണ് നടക്കുന്നത്. He showed him the grain. കിങ് എന്ത് ചെയ്തു? ആ ഗ്രെയിന്, ദ കിങ് ഷോഡ് ഹിം ദ ഗ്രെയിൻ, ആ ഗ്രെയിനെ കാണിച്ചു കൊടുത്തു. ദ ഓൾഡ് പെസൻ ഹു വാസ് ഏബിൾ ടു സീ ടുക്ക് എ ഗുഡ് ലുക്ക് അറ്റ് ഇറ്റ്. അയാളുടെ എന്തായിരുന്നു? ഐസൈറ്റ് മറ്റേ ഫാമറിനേക്കാളും കുറച്ചും കൂടിയും ക്ലിയർ ആയിരുന്നു. അതുകൊണ്ട് അയാൾക്ക് കാണാൻ സാധിച്ചിരുന്നു. ആദ്യത്തെ കൊണ്ടുവന്ന ഫാമറിനെ കാണാനേ സാധിച്ചില്ല അല്ലേ? അയാൾ അത് കയ്യിലെടുത്ത് നോക്കിയിട്ടൊക്കെയാണ് കണ്ടത്. പക്ഷെ ഇയാൾക്ക് എങ്ങനെയാണ്? ഏബിൾ ടു സീ, അയാൾക്ക് കാണാൻ സാധിക്കും. ടുക്ക് എ ഗുഡ് ലുക്ക് അറ്റ് ഇറ്റ്, അയാൾക്ക് നന്നായിട്ട് കാണാൻ സാധിക്കുന്നു. And the king asked him, can you tell us, old man, where a corn like this used to grow? Have you ever bought anything like it or sown it in your fields? The king repeated the same question. ആ ഓൾഡ് ഫാമറിനോട് ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ തന്നെ ആരോട് ചോദിച്ചു? ഈ അയാളുടെ ഫാദറിനോടും ചോദിച്ചു. Can you tell us, old man, where a corn like this used to grow? നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ഇതുപോലത്തെ കോൺ എവിടെയാണ് വളർന്നിരുന്നത്? ഹാവ് യു എവർ ബോട്ട് എനിത്തിങ് ലൈക്ക് ഇറ്റ്? നിങ്ങൾ എന്തെങ്കിലും ഇതുപോലത്തെ മേടിച്ചിട്ടുണ്ടോ? ഓർ സോൺ ഇറ്റ് ഇൻ യുവർ ഫീൽഡ്, നിങ്ങളുടെ ഫീൽഡിൽ വിതച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ദോ ദ ഓൾഡ് മാൻ വാസ് റാദർ ഹാർഡ് ഓഫ് ഹിയറിംഗ്, ഹി കുഡ് ഹിയർ ബെറ്റർ ദാൻ ഹിസ് സൺ. ദ ഓൾഡ് മാൻ വാസ് റാദർ ഹാർഡ് ഓഫ് ഹിയറിംഗ്. അയാൾക്ക് കേൾക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഹി കുഡ്
ഹിയർ ബെറ്റർ ദാൻ ഹിസ് സൺ. അയാളുടെ മകനേക്കാളും നന്നായിട്ട് കേൾക്കാം. മകന് തീരെ കേൾക്കാൻ സാധിക്കില്ല. മകൻ എന്താണ് വളരെ ബുദ്ധിമുട്ടിയിട്ടാണല്ലേ കിങ്ങിൻ്റെ ക്വസ്റ്റ്യനൊക്കെ മനസ്സിലാക്കിയത്. ഇയാൾക്ക് അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കേൾക്കാം. എന്നിട്ട് ലാസ്റ്റ് എന്താ പറഞ്ഞത്? നോ ഹി സെഡ് ഐ നെവർ സോഡ് ഓർ റീപ്ഡ് എനി ഗ്രെയിൻ ലൈക്ക് ദിസ് ഇൻ മൈ ഫീൽഡ്. As for buying, I never bought any, for in my time money was not yet in use. No, he said. കിങ്ങിനോട് എന്ത് പറഞ്ഞു? No, I never sowed or reaped any grain like this in my field. ഞാൻ ഇതുപോലത്തെ ഒരു ഗ്രെയിനെ എൻ്റെ ഫീൽഡിൽ വിതച്ചിട്ടില്ല. As for buying, I never bought any. As for buying, വാങ്ങിക്കുന്ന കാര്യത്തിൽ I never bought any. ഞാൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല. For in my time, money was not yet in use. എൻ്റെ സമയത്ത് പൈസ ഒന്നും ഉപയോഗിച്ചിരുന്നേ ഇല്ല. Everyone grew his own corn, and when there was any need, we shared with one another. Everyone grew his own corn. സ്വന്തം ആവശ്യത്തിനുള്ള ധാന്യങ്ങൾ ഒക്കെ അവർ സ്വയം ഉൽപ്പാദിച്ചിരുന്നു. വെൻ ദർ വാസ് എനി നീഡ്, എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ വി ഷെയർഡ് വിത്ത് വൺ അനദർ, ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. ഷെയർ ചെയ്യുന്ന പരസ്പരം പങ്കുവെച്ചിട്ടാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. ഐ ഡോണ്ട് നോ വേർ സച്ച് കൈൻഡ് ഓഫ് കോൺ ഗ്രൂ. ഐ ഡോണ്ട് നോ വേർ സച്ച് കൈൻഡ് ഓഫ്, ഇതേ എഗ്ഗിൻ്റെ സൈസുള്ള കോൺ എവിടെയാണ് വളർന്നിരുന്നതെന്ന് എനിക്കറിയില്ല. Ours was larger and yield more flour than the present day grain, but I never saw any like this. Ours was, ഞങ്ങളുടെ സമയത്തുണ്ടാകുന്ന ഗ്രെയിൻ എന്താണ്? ലാർജർ ആയിരുന്നു, ഇപ്പോഴത്തേനേക്കാളും ലാർജർ ആയിരുന്നു. ആദ്യം വന്ന ഓൾഡ് മാൻ എന്താ പറഞ്ഞത്? സെയിം സൈസ് തന്നെയായിരുന്നു എന്നാണല്ലേ പറഞ്ഞത് കിങ്ങിനോട്. ഇപ്പോൾ വിളയണ അതേ സെയിം സൈസ് ആയിരുന്നു അയാളുടെ സമയത്ത് നിന്നു. അയാളുടെ ഫാദർ എന്താ പറഞ്ഞത്? ലാർജർ ആയിരുന്നു. ഈൽഡ് മോർ ഫ്ലോർ ദാൻ ദ പ്രസൻറ്റ് ഡേ ഗ്രെയിൻ. ഇതിനേക്കാളും ലാർജർ ആയിരുന്നു. കുറച്ചും കൂടി ധാന്യപ്പൊടി, ഈൽഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക, ഫ്ലോർ എന്ന് പറഞ്ഞാൽ പൊടി, ആ ധാന്യപ്പൊടി കുറച്ചും കൂടി, ഇപ്പോഴത്തേനേക്കാളും കുറച്ചും കൂടി ധാന്യപ്പൊടി ഞങ്ങളുടെ സമയത്ത് ഉണ്ടായിരുന്ന ഗ്രെയിൻ ഉണ്ടാക്കിയിരുന്നു. ബട്ട് ഐ നെവർ സോ എനി ലൈക്ക് ദിസ് ഗ്രെയിൻ. ഞാൻ ഇതേപോലത്തെ ഒരെണ്ണം കണ്ടിട്ടില്ല. ഇതേപോലത്തെ ഒരെണ്ണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് ആ ഓൾഡ് മാൻ്റെ ഫാദർ പറഞ്ഞത്. ആദ്യം വന്ന ഓൾഡ് മാൻ്റെ ഫാദർ പറഞ്ഞത്. I have, however, heard my father say that in his time the grain grew larger and yielded more flour. You had better ask him. I have, however, heard my father say that in his time the grain grew larger and yielded more flour. ഞാൻ എൻ്റെ ഫാദർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ടൈമിൽ എന്താണ്? ഗ്രെയിനൊക്കെ ലാർജറായിരുന്നു, ഈൽഡഡ് മോർ ഫ്ലോർ, ഇതിനേക്കാളും കൂടുതൽ ധാന്യപ്പൊടികളൊക്കെ തന്നിരുന്നു എന്ന് എൻ്റെ ഫാദർ, അതായത് ആദ്യം വന്ന ഓൾഡ് മാൻ്റെ ഫാദറിൻ്റെ ഫാദർ പറയുന്നത് കേട്ടിട്ടുണ്ട്. യു ഹാഡ് ബെറ്റർ ആസ്ക് ഹിം, എൻ്റെ അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. സോ ദ കിങ് സെൻഡ് ഫോർ ദി ഓൾഡ് മാൻസ് ഫാദർ. ദേ ഫൗണ്ട് ഹിം ആൻഡ് ബ്രോട്ട് ഹിം ബിഫോർ ദ കിങ്. സോ ദ കിങ് സെൻഡ് ഫോർ ദി ഓൾഡ് മാൻസ് ഫാദർ. ഓൾഡ് മാൻ്റെ ഫാദറിനെ കൊണ്ടുവരാൻ പറഞ്ഞു. ദേ ഫൗണ്ട് ഹിം ആൻഡ് ബ്രോട്ട് ഹിം ബിഫോർ ദ കിങ്. രാജാവിൻ്റെ മുന്നിൽ കൊണ്ടുവന്നു. ഹി entered walking easily and without crutches. He entered walking easily. ഈസി ആയിട്ട് അയാൾ കടന്നു വന്നു. വിത്തൗട്ട് ക്രച്ചസ് ഒന്നും ഇല്ലാണ്ട് വന്നു. ഹിസ് ഐസ് വർ ക്ലിയർ, ഹിസ് ഹിയറിംഗ് ഗുഡ്, ആൻഡ് ഹീ സ്പോക്ക് ഡിസ്റ്റിങ്ക്ട്ലി. ഹിസ് ഐസ് വർ ക്ലിയർ, അയാളുടെ ക്ലിയർ ബ്രൈറ്റ് സൈറ്റ് ആയിരുന്നു. ഹിയറിംഗ് കപ്പാസിറ്റി എന്തായിരുന്നു? ഗുഡായിരുന്നു. സ്പോക്ക് ഡിസ്റ്റിങ്ക്ട്ലി ക്ലിയർലി, നല്ല വ്യക്തമായിട്ട് അയാൾ സംസാരിച്ചു. ദ കിങ് ഷോഡ് ഹിം ദ ഗ്രെയിൻ ആൻഡ് ദ ഓൾഡ് ഗ്രാൻഡ് ഫാദർ ലുക്ക്ഡ് അറ്റ് ഇറ്റ്. ദ കിങ് ഷോഡ് ഹിം ദ ഗ്രെയിൻ, ആ ഗ്രെയിൻ കാണിച്ചു കൊടുത്തു. ദ ഓൾഡ് ഗ്രാൻഡ് ഫാദർ ലുക്ക്ഡ് അറ്റ് ഇറ്റ്, അയാളത് നോക്കി. ആൻഡ് ടേൺഡ് ഇറ്റ് അബൌട്ട് ഇറ്റ് in his hand, and turned it about in his hand. കയ്യിൽ പിടിച്ചിട്ട് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ നോക്കി.
It is long since I saw such a fine grain, and said he, and he bit a piece off and tasted it. It is long since I saw such a fine grain. വളരെ കാലമായി ഞാൻ ഇതുപോലത്തെ ഒരു ഗ്രെയിൻ കണ്ടിട്ട്. ഹി ബിറ്റ് എ പീസ് ഓഫ് ആൻഡ് ടേസ്റ്റഡ് ഇറ്റ്. അയാൾ എന്ത് ചെയ്തു? അതിൻ്റെ ഒരു കഷ്ണം കടിച്ച് ഒന്ന് ടേസ്റ്റ് നോക്കി. It is the very same kind, he added. It is the very same kind എന്ന് അയാൾ പറഞ്ഞു. അതെന്താണ്? പഴയ പോലെ തന്നെയെന്ന് അയാൾ പറഞ്ഞു. രണ്ടാമത് വന്ന ഫാമർ പറഞ്ഞില്ലേ, എൻ്റെ അച്ഛൻ്റെ സമയത്ത് ഇതിനേക്കാളും വലുതായിരുന്നു എന്ന്. അപ്പം എന്തു പറഞ്ഞു? ഈ മൂന്നാമത്തെ അയാളുടെ ഫാദറിനെ കൊണ്ടുവന്നു. അയാൾ എന്ത് ചെയ്തു? റെക്കഗ്നൈസ് ചെയ്തു അത് അയാളുടെ സമയത്ത് ഉണ്ടായിരുന്ന ഗ്രെയിനാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. The corn. Tell me, grandfather, began the king, when and where was such corn grown? Have you ever bought any like it or sown it in your fields? അത് തിരിച്ചറിഞ്ഞപ്പോൾ കിങ് ചോദിക്കുകയാണ്, ടെൽ മീ ഗ്രാൻഡ് ഫാദർ വെൻ ആൻഡ് വേർ വാസ് സച്ച് കോൺ ഗ്രൂ. എവിടെയാണ്, എപ്പോഴാണ് ഇതേപോലത്തെ കോൺ, ധാന്യങ്ങളൊക്കെ, ചോളങ്ങളൊക്കെ വിളഞ്ഞിരുന്നത് എന്ന്. ഇവിടെ കോൺ എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ എന്നും അർത്ഥമുണ്ട്, ചോളം എന്നും അർത്ഥമുണ്ട് കേട്ടോ. രണ്ടും അർത്ഥത്തിലും യൂസ് ചെയ്യുന്നുണ്ട്. എവിടെയാണ് ഇതുപോലത്തെ വിളകൾ വിളഞ്ഞിരുന്നത്? ഹാവ് യു എവർ ബോട്ട് എനി ലൈക്ക് ഇറ്റ് ഓർ സോൺ ഇറ്റ് ഇൻ യുവർ ഫീൽഡ്. നിങ്ങൾ എന്തെങ്കിലും ഇത് വാങ്ങിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഇതിൽ ഫീൽഡിൽ, വയലിലൊക്കെ വിതച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആൻഡ് ദ ഓൾഡ് മാൻ റിപ്ലൈഡ്, കോൺ ലൈക്ക് this used to grow everywhere in my time. I lived on corn like this in the days of my youth and fed others on it. It was such a grain that we used to sow, reap and thresh. Corn like this used to grow everywhere in my time. എൻ്റെ സമയത്ത് ഇതേപോലത്തെ കോണാണ് എല്ലാവിടെയും വളർന്നിരുന്നത്. ഐ ലിവ്ഡ് ഓൺ കോൺ ലൈക്ക് ദിസ്. ഞാൻ ഇതേപോലത്തെ കോണിലാണ് ജീവിച്ചിരുന്നത്. ഞാൻ എൻ്റെ സമയത്ത് ഇതേപോലത്തെ കോണാണ് വിളഞ്ഞിരുന്നത്. ഞാൻ ഇതാണ് ഉൽപ്പാദിപ്പിച്ചിരുന്നത്. ഇതിലാണ് ഞാൻ ജീവിച്ചിരുന്നത്. ഇൻ ദ ഡേയ്സ് ഓഫ് മൈ യൂത്ത് ആൻഡ് ഫെഡ് ഓഫ് ഓൺ ഇറ്റ്. എൻ്റെ ചെറുപ്പത്തിൽ ഇതേപോലത്തെ ഇതിലാണ് ഞാൻ ജീവിച്ചിരുന്നത്. ഇതാണ് മറ്റുള്ളവരെ ഞാൻ ഊട്ടിയിരുന്നത്. ആൻഡ് ഇറ്റ് വാസ് സച്ച് എ ഗ്രെയിൻ ദാറ്റ് വി യൂസ് ടു സോ, റീപ്പ് ആൻഡ് ത്രഷ്. ത്രഷ് എന്ന് പറഞ്ഞാൽ എന്താ? മെതിക്കുക. ഇതേപോലത്തെ ഗ്രെയിനാണ് ഞങ്ങൾ പതിവായിട്ട് വിതയ്ക്കുകയും കൊയ്യുകയും മെതിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. ഇതേപോലത്തെയാണ്, ഇതേ സൈസിലുള്ള കോണാണ് ഞങ്ങൾ വിളയിച്ചിരുന്നത് ഞങ്ങളുടെ വയലുകളിലൊക്കെ എന്ന് പറഞ്ഞു. ആൻഡ് ദ കിങ് ആസ്ക്ഡ്, ടെൽ മീ ഗ്രാൻഡ് ഫാദർ, ഡിഡ് യു ബൈ ഇറ്റ് എനിവേർ ഓർ ഡിഡ് യു ഗ്രോ ഇറ്റ് ഓൾ യുവർ സെൽഫ്? The king asked another question. Tell me, grandfather, did you buy it anywhere? നിങ്ങൾ എവിടെന്നെങ്കിലും ഇത് മേടിച്ചിട്ടുണ്ടോ? Or did you grow it all yourself? അതോ നിങ്ങളെല്ലാതും സ്വയം വിളയിക്കുകയാണോ ചെയ്തിരുന്നത്? The old man smiled. ആ കിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ എന്തുണ്ടായി? ഓൾഡ് മാൻ, അവിടെ മൂന്നാമത് വന്ന കർഷകൻ എന്ത് ചെയ്തു? സ്മൈൽഡ്, പുഞ്ചിരിച്ചു. In my time, he answered, no one ever thought of such a sin as buying or selling bread, and we knew nothing of money. Each man had enough corn of his own. No one ever thought of such a sin. Sin, പാപം. ഏതവിടെ സിൻ എന്ന് പറയുന്നത്? ബൈയിങ് ഓർ സെല്ലിങ് ബ്രെഡ്, വാങ്ങുക വിൽക്കുക. ബ്രെഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഭക്ഷണം എന്നുള്ള അർത്ഥം. ഭക്ഷണ സാധനങ്ങൾ വാങ്ങുക വിൽക്കുക എന്നവർക്ക് പറഞ്ഞത് ദേ കൺസിഡർ ദാറ്റ് ഇറ്റ് വാസ് എ സിൻ. അന്നത്തെ കാലത്തൊക്കെ അതൊരു പാപമായിട്ടാണ് കൺസിഡർ ചെയ്തത്. വി ന്യൂ നത്തിങ് ഓഫ് മണി. വി ന്യൂ നത്തിങ് ഓഫ് മണി. മണീനെ പറ്റിയിട്ട്, പൈസേനെ പറ്റിയിട്ട് ഞങ്ങൾക്ക് ഒരറിവും ഉണ്ടായിരുന്നില്ല. ഈച്ച് മാൻ ഹാഡ് ഇനഫ് കോൺ ഓഫ് ഹിസ് ഓൺ. ഓരോ വ്യക്തിക്കും ഇനഫ് കോൺ ഓഫ് ഹിസ് ഓൺ, സ്വന്തമായിട്ട് ആവശ്യത്തിന് എന്തുണ്ടായിരുന്നു? ധാന്യങ്ങൾ, വിളവുകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്താണ്? അവരൊക്കെ നന്നായിട്ട് അധ്വാനിച്ചിരുന്ന ആൾക്കാരാണല്ലേ, കർഷകരൊക്കെ നന്നായിട്ട് അധ്വാനിച്ചിരുന്നു. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഇനഫ് കോൺ ഓഫ് ഹിസ് ഓൺ, സ്വന്തമായിട്ട് ധാരാളം ധാന്യങ്ങൾ ഉണ്ടായിരുന്നു. Then tell me, grandfather, asked the king,
where was your field and where did you grow corn like this? The king asked another question. Where was your field? എവിടെയായിരുന്നു നിങ്ങളുടെ വയൽ? Where did you grow corn like this? എവിടെയാണ് ഇതുപോലത്തുള്ള നിങ്ങൾ കോണ് വിളയിച്ചിരുന്നത്? എവിടെയായിരുന്നു നിങ്ങളുടെ വയൽ എന്നാണ് ചോദിച്ചത്. And the grandfather answered, my field was God's earth. Wherever I plowed, it was my field. Land was free. It was a thing no man called his own. Labor was the only thing men called their own. മൈ ഫീൽഡ് വാസ് ഗോഡ്സ് എർത്ത്. എൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ഭൂമിയാണ്. ഈ ഭൂമിയായിരുന്നു എൻ്റെ ഫീൽഡ്. വേറെവർ ഐ പ്ലോഡ് ഇറ്റ് വാസ് മൈ ഫീൽഡ്. വേറെവർ ഐ പ്ലോഡ്, എവിടെയാണോ ഞാൻ ഉഴുതിരുന്നത് അതായിരുന്നു എൻ്റെ ഫീൽഡ്. ലാൻഡ് വാസ് ഫ്രീ, ലാൻഡ് ഫ്രീ ആയിരുന്നു, എല്ലാവർക്കും സൗജന്യമായിരുന്നു. എവിടെ വേണമെങ്കിലും ആർക്കും കൃഷി ചെയ്യാം. എവിടെ ഞാൻ ഉഴുതുമറിച്ച് കൃഷി ചെയ്യുന്നു അതാണ് എൻ്റെ ഫീൽഡ് അന്നത്തെ കാലത്ത്. ഇറ്റ് വാസ് എ തിങ് നോ മാൻ കോൾഡ് ഹിസ് ഓൺ. ആരും എൻ്റെ സ്വന്തം, ഇതെൻ്റേതാണ്, ഇത് വേറൊരാളുടേതാണെന്നൊന്നും ആരും പറഞ്ഞില്ല. ലേബർ വാസ് ദി ഓൺലി തിങ് മെൻ കോൾഡ് ദെയർ ഓൺ. ലേബർ, അധ്വാനം മാത്രമാണ് എൻ്റേതെന്ന് എല്ലാവരും പറഞ്ഞത്. ബാക്കി എല്ലാവർക്കും സൗജന്യമായിരുന്നു. ആർക്കും എവിടെ വേണമെങ്കിലും കൃഷി ചെയ്യാം. ഒരു ഭൂമിയും ആരുടെ സ്വന്തവും അല്ലായിരുന്നു പണ്ട് സമയത്ത് കേട്ടോ. ആൻസർ മീ 2 more questions, said the king. The first is, why did earth bear such a grain then and has ceased to do so now? And the second is, why does your grandson walk with 2 crutches, your son with 1, and you yourself with none? The king asked 2 more questions. 2 ക്വസ്റ്റ്യനും കൂടി ആരോട് ചോദിച്ചു? ആ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനോട്. ആദ്യം വന്ന ഫാമറിൻ്റെ അച്ഛനോട് ചോദിക്കുന്നു. വൈ ഡിഡ് ദ എർത്ത് ബെയർ സച്ച് എ ഗ്രെയിൻ ആൻഡ് ദെൻ ഹാസ് സീസ്ഡ് ടു ഡു സോ നൗ? എന്താണ്? വൈ ഡിഡ് ദ എർത്ത് ബെയർ സച്ച് എ ഗ്രെയിൻ? അന്ന് ഇത്രയും വലുപ്പത്തിലുള്ള ഒരു ധാന്യം ഉൽപ്പാദിച്ചിരുന്ന ഭൂമി ഹാസ് സീസ്ഡ് ടു ഡു നോ, ഇപ്പോഴെന്താണ് അത് സ്റ്റോപ്പ് ചെയ്തതെന്ന്. സീസ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക. ഈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെ കാലത്ത് വളരെ വലിയ ധാന്യങ്ങളൊക്കെ, ഒരു എഗ്ഗിൻ്റെ അത്ര വലിപ്പമുള്ള കോണൊക്കെ ഉൽപ്പാദിച്ചിരുന്ന ഭൂമിയിൽ എന്തുകൊണ്ടാണ് ഇപ്പം അത് നിർത്തിയത് എന്ന്. ആൻഡ് സെക്കൻഡ് ഈസ്, why does your grandson walk with 2 crutches, your son with 1, and you yourself with none? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഗ്രാൻഡ് സൺ 2 ക്രച്ചസിലും നിങ്ങളുടെ മകൻ 1 ക്രച്ചസിലും നിങ്ങളൊരു ഊന്നുവടിയുടെ സഹായം പോലും ഇല്ലാതെ നടക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന്. അങ്ങനെ 2 ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. എന്തുകൊണ്ടായിരിക്കാം? ക്യാൻ യു ഇമാജിൻ? നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ എന്തുകൊണ്ടായിരിക്കാമെന്ന്? ആണല്ലേ. അന്നൊക്കെ എന്താണ്, നന്നായി അധ്വാനിച്ചിരുന്നു. കർഷകരൊക്കെ അധ്വാനിച്ചിരുന്നു. സ്വയം എല്ലാ കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. അവരുടെ പറമ്പിലും വയലിലും ഒക്കെ ആയിട്ട് ഉൽപ്പാദിപ്പിച്ചിരുന്നു. അപ്പോൾ ധാരാളം പണിയെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അസുഖങ്ങൾ കുറവായിരുന്നു. പിന്നെന്താണ്, കാലം മാറുന്തോറും അധ്വാനം കുറഞ്ഞു, രോഗങ്ങൾ കൂടി. അപ്പോൾ എന്താണ്, എല്ലാറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തു, മറ്റുള്ളവരെ ആശ്രയിച്ചൊക്കെ ജീവിക്കണം. കാരണം എന്താണ്, ഐസൈറ്റ് കുറഞ്ഞു, ഹിയറിംഗ് കപ്പാസിറ്റി കുറഞ്ഞു, നടക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിലായി. യുവർ ഐസ് ആർ ബ്രൈറ്റ്, യുവർ ടീത്ത് സൗണ്ട് ആൻഡ് യുവർ സ്പീച്ച് ക്ലിയർ, പ്ലസന്റ് ടു ഇയർ. ഹൗ ഹാവ് ദീസ് തിങ് കം ഔട്ട്? യുവർ ഐസ് ആർ ബ്രൈറ്റ്, യുവർ ടീത്ത് സൗണ്ട് ആൻഡ് യുവർ സ്പീച്ച് ക്ലിയർ ആൻഡ് പ്ലസന്റ് ടു ഇയർ. ഹൗ ഹാവ് ദീസ് തിങ് കം ഔട്ട്? രാജാവ് ചോദിക്കുകയാണ്. യുവർ ഐസ് ആർ ബ്രൈറ്റ്, നിങ്ങളുടെ കണ്ണുകളൊക്കെ നല്ല ബ്രൈറ്റാണ്. ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ഐസൈറ്റാണ്. യുവർ ടീത്ത് ആർ സൗണ്ട്, എല്ലാ പല്ലുകളും ഉണ്ട്. നല്ല ആദ്യത്തെ ആളെ പോലെയല്ല, ഇയാളുടെ പല്ലുകളൊക്കെ എല്ലാതും ഉണ്ട്. യുവർ സ്പീച്ച് ക്ലിയർ ആയുള്ള സ്പീച്ചാണ്. ആർക്ക്? തേർഡ് വന്ന ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന്. പ്ലസന്റ് ടു ഇയർ, ചെവിക്ക് തന്നെ ഭയങ്കര മനോഹരമാണ്, അത്രയും വ്യക്തമായിട്ട് കേൾക്കാം. ഹൗ ഹാവ് ദീസ് തിങ് കം ഔട്ട്? എങ്ങനെയാണ് കം അബൌട്ട്, എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ്. ആൻഡ് ദ ഓൾഡ് മാൻ ആൻസേർഡ്, ദീസ് തിങ്സ് ആർ സോ ബിക്കോസ് men have ceased to live by their own labor and have
taken to depending on the labor of others. എന്താണ് പറയുന്നത്? ദീസ് തിങ്സ് ആർ സോ ബിക്കോസ് മാൻ ഹാവ് സീസ്ഡ് ടു ലീവ് ബൈ ദെയർ ഓൺ ലേബർ. സീസ്ഡ് സ്റ്റോപ്പ്. മാൻ സീസ്ഡ് ടു ലീവ് ബൈ ദെയർ ഓൺ ലേബർ. അവരുടെ സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കുന്നത് മനുഷ്യൻ നിർത്തിവെച്ചു. ആൻഡ് ടേക്കൺ ടു ഡിപ്പെൻഡിങ് ഓൺ ദ ലേബർ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ അധ്വാനത്തിൽ ജീവിക്കാൻ തുടങ്ങി. മറ്റുള്ളവരെ ആശ്രയിച്ച് ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കാൻ തുടങ്ങി. ആശ്രയിച്ച് ജീവിക്കാൻ തുടങ്ങി. ഇൻ ഓൾഡൻ ടൈം men lived according to God's law. In olden time men lived according to God's law. ദൈവത്തിൻ്റെ നിയമം അനുസരിച്ചാണ് പണ്ട് കാലത്തൊക്കെ ജീവിച്ചത്. എന്താണ് ദൈവത്തിൻ്റെ ലോ? ദൈവത്തിൻ്റെ ലോ എന്താണ്? അധ്വാനിച്ച് ജീവിക്കുക, അല്ലേ? വർക്ക് ഹാർഡ്. അധ്വാനിച്ച് ജീവിക്കാനാണ് ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. They had what was their own and coveted not what others had produced. ദേ ഹാഡ് വാട്ട് വാസ് ദെയർ ഓൺ. അവരുടെ കയ്യിൽ അവരെന്താണ് ഉണ്ടായിരുന്നത്? അവർക്കുണ്ടായിരുന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കവേർട്ടഡ് നോട്ട്. കവേർട്ടഡ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. അത്യാഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. വാട്ട് അതേഴ്സ് ഹാഡ് പ്രൊഡ്യൂസ്ഡ്. മറ്റുള്ളവർ ഉണ്ടാക്കണതിൽ ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ മറ്റുള്ളവരെ പിടിച്ച് പറിക്കാനാണ് നോക്കുക. പക്ഷെ പണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന എന്താണോ അതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജീവിച്ചിരുന്നു. കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. മറ്റുള്ളവരെ ഒന്നും തട്ടിപ്പറിക്കാൻ നോക്കിയിരുന്നില്ല. അപ്പം നമ്മുടെ സ്റ്റോറി ഇവിടെ കഴിഞ്ഞു. 2 പാർട്ട് ടീച്ചർ ഇതിലെടുത്തിട്ടുണ്ട്. ഓൾ ഓഫ് യു റീഡ് ദീസ് 2 പാർട്സ്. അണ്ടർലൈൻ ഡിഫിക്കൾട്ട് വേർഡ്സ്. റൈറ്റ് ദ ഡിഫിക്കൾട്ട് വേർഡ്സ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഫൈൻഡ് ഔട്ട് ദ മീനിങ്സ് ഫ്രം ദ ഡിക്ഷണറി. പിന്നെ ഇവിടെ ഒരു 8 സൈഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദി ആൻസേഴ്സ് ഓഫ് 8 സൈഡ് ക്വസ്റ്റ്യൻസ്. ഈ സൈഡ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും കൂടി കണ്ടെത്തണം. ടീച്ചർ നോട്ട് അയച്ചു തരാം. അത് കഴിഞ്ഞിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് പേജിൽ ഒരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. റീഡ് ദ സ്റ്റോറി അഗെയിൻ. ഫൈൻഡ് ഔട്ട് ദി ആൻസേഴ്സ് ഓഫ് ദീസ് 4 ക്വസ്റ്റ്യൻസ്. ഓക്കെ, താങ്ക് യു.